الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فأصدق وأكن من الصالحين. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണാമയനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ ആകത്തുകയായി സംഭവിക്കുന്ന വേർപാടും പിന്നെ അടുത്ത തലമുറക്ക് ഒരുപടി ഓർമ്മകളായിട്ട് നമ്മൾ പോകുന്ന ഖബറടവുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കേണ്ടായത്. ഖബർ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു തുടക്കമാണ്. വിശുദ്ധ മതം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അവ്വലു മനാസിലിൻ മിനൽ ആഖിറ എന്നാണ്. അത് പരലോകത്തിലെ ആദ്യത്തെ ഭവനമാണ് എന്നാണ്. വിചാരണയ്ക്ക് പോകുന്നതിന് മുമ്പേ, ഖിയാമമാകുന്നതിന് മുമ്പേ ബർസഖ് എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലാഹു ഒരുക്കുകയും മനുഷ്യരായ നമ്മളൊക്കെ അതിൽ പാർക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. ഇത് ഗൈബിയായ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ഇത് ഖുർആനും ഹദീസും പറഞ്ഞതിനപ്പുറം നമുക്കൊന്നും പറയാനാവില്ല. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. വിശ്വാസികളെക്കുറിച്ച് സൂറത്തുൽ ബഖറയിൽ കുറേ ഗുണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു പുറം പറയുന്നത് അവർ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിച്ചവരാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം മിനൽ ജന്ന, അത് സ്വർഗമാണ്. വന്നാർ, അത് നരകമാണ്. വൽ മഹ്ശർ, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹ്ശർ മൈതാനമാണ്. അതെല്ലാം ഗൈബിയായ വിശ്വാസങ്ങളുടെ ഭാഗമാണ്. അദൃശ്യമായ കാര്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനനം ചെയ്ത് ഗവേഷണം നടത്തി ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലത്തോടുകൂടി അതിന് പറയാനാവില്ല. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ പറഞ്ഞത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവരദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം നമുക്കുണ്ട് എന്നുള്ളതാണ്. അതാണ് നമ്മളെ വേറെടുത്തി നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ
ആ ഖബർ ജീവിതം എന്ന് പറയുന്നത് അവിടെ ചോദ്യമുണ്ട്, അവിടെ മലക്ക് വരുന്നു എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവിടെ നിന്നൊരിക്കൽ പറഞ്ഞു, ഇസ്തഗ്ഫിറൂ ലി അഖീക്കും, മരിച്ചുപോയ നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടണം. അയാളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ സഹോദരൻ, നിങ്ങളുടെ ബാപ്പ, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ബന്ധു, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടവൻ, നിങ്ങൾക്കൊരുപടി ഓർമ്മകൾ തന്ന് കടന്നുപോയവൻ, ചിലപ്പോൾ പരിചയപ്പെട്ടിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, പക്ഷെ അയാൾ പെട്ടെന്ന് കടന്നുപോയി. ഉള്ളിലെവിടെയോ ഒരു നീറ്റലുണ്ട്. അങ്ങനെ എത്രയോ മനുഷ്യന്മാർ ഓർക്കുമ്പോൾ കണ്ണ് നനഞ്ഞു പോകുന്ന കുറേ ആളുകളുണ്ട്. ജീവിതത്തിൽ കൈപിടിച്ചവരുണ്ട്, പാഠശാലയിലേക്ക് ആദ്യത്തെ ദിവസം കൈപിടിച്ച് കൊണ്ടുപോയവരുണ്ട്, വരാൻ വൈകിയപ്പോൾ കരഞ്ഞു പോയ ചില ആളുകളുണ്ട്, നമുക്ക് വേണ്ടി ഒരുപാട് ഉറക്കമൊഴിച്ചവരുണ്ട്. അവരൊക്കെ പോയ ഒരു ഭവനത്തിൻ്റെ പേരാണ് ഖബറിടം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യുക. വസ്സലൂ ലഹു അത്തസ്ബീത്ത്, അയാൾക്ക് വേണ്ടി നിങ്ങൾ തസ്ബീത്ത് അല്ലാഹുവിനോട് ചോദിക്കുകയും ചെയ്യുക. എന്താണ് തസ്ബീത്ത്? ഹദീസിൽ അതിൻ്റെ പദങ്ങളൊന്നും കൃത്യമായിട്ട് വന്ന് കാണുന്നില്ല, പക്ഷെ അതിൻ്റെ ഗാംഭീര്യം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഖബറിടത്തിലെ ചോദ്യം ചെയ്യലാണ്. മലക്കുകൾ കടന്നു വരുന്നു, ഈ മനുഷ്യനെ അവർ എഴുന്നേൽപ്പിച്ചിരുത്തുന്നു, എന്നിട്ട് അവനോട് ചോദ്യം ചോദിക്കുന്നു. അവൻ്റെ റബ്ബിനെക്കുറിച്ച്, അവൻ്റെ ദീനിനെക്കുറിച്ച്, അവൻ്റെ ഗ്രന്ഥത്തെക്കുറിച്ച് ഒക്കെ ചോദ്യങ്ങളുണ്ട് എന്നാണ്. പതറാതെ ഒരു മനുഷ്യൻ അതിന് മറുപടി പറയും, അവനാണ് വിശ്വാസി. ഒരു സാധാരണ ദുനിയാവ് തന്നെ ഒരു ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ പതറുന്നൊരു മനുഷ്യന് ഉത്തരം പറയാൻ കഴിയില്ല. യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അവൻ പതറിപ്പോകൂലേ. നല്ല കരുത്തോടു കൂടി മറുപടി പറയാൻ ഒരു ധൈര്യവും സ്ഥൈര്യവും വേണം. അത് അല്ലാഹ് തരണം. അതാർക്ക് കൊടുക്കും? വിശ്വാസിക്ക് കൊടുക്കും. അല്ലാതെ ആരോ പറയുന്ന പോലെ ഈ 4 ചോദ്യമുള്ളൂല്ലേ, ദയാ ഉത്തരം പറഞ്ഞു. മൻ റബ്ബുക്ക, അല്ലാഹു റബ്ബി, അതെനിക്കറിയാം. ഒമാ ദീനുക്ക, ഇസ്ലാം മതമാണ് എൻ്റെ മതം, അതും എനിക്കറിയാം. ഗ്രന്ഥം ഖുർആനാണ്, അതും എനിക്കറിയാം. അങ്ങനെ ഒരു 3-4 ചോദ്യം, അതൊക്കെ പറയാൻ ആർക്കാ അറിയാത്തത് എന്ന് കളിയാക്കി പരിഹസിച്ച് പറയുന്ന ആളുകളുണ്ടല്ലോ. പക്ഷെ മിണ്ടാൻ കഴിയില്ല മനുഷ്യന്, അവൻ പതറും. അതുകൊണ്ടാണ് നിങ്ങളുടെ സഹോദരന് വേണ്ടി ആ നേരത്ത് നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചോ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവനെ കടത്തിയിട്ട് മണ്ണ് വാരി ഇട്ടിട്ട് പിന്നെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ. അല്ലാഹുവേ, ഈ മനുഷ്യന് ചോദ്യം ചെയ്യുന്ന നേരത്ത് അവന് ധൈര്യം കൊടുക്കണം, ധൈര്യം കൊടുക്കണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, ഉത്തരം പറയാൻ അവന് ഇൽഹാം കൊടുക്കണം, അവന് തോന്നിപ്പിക്കണം. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, ഖബറിടം അവന്റെ സമീപത്ത് നിന്ന് നീ അകറ്റിക്കൊടുക്കണം റബ്ബേ. ഒറ്റ ഇടുക്കം മതി അവന്, സ്ഥിരമായ ഇടുക്കം വേണ്ട. ഒറ്റ ഇടുക്കമില്ലാത്തവൻ ലോകത്താരുമില്ല. അങ്ങനെ ഒരാളുണ്ടാകുമായിരുന്നെങ്കിൽ അത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. അതുകൊണ്ട് ഒറ്റ ഇടുക്കം അത് ഖബറിൽ. പിന്നെ ഖബർ വിശ്വാസിക്ക് വേണ്ടി വിശാലമാകുമെന്നാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണം, അവന് കരുണ ചൊരിഞ്ഞു കൊടുക്കണം. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫദർ, എല്ലാ പരിഭ്രമങ്ങളിൽ നിന്നും നീ അവന് ധൈര്യം കൊടുക്കണം, അവന് സുരക്ഷിതത്വം കൊടുക്കണം. ഇതൊരു വിശ്വാസിക്ക് വേണ്ടി മറ്റു വിശ്വാസികൾ ദുആ ചെയ്യണമെന്നാണ്. ഈ ദുആ അല്ലാഹ് സ്വീകരിക്കും. ആർക്കെന്നറിയോ? ഈ വിശ്വാസമുള്ളവന്, സുഹൃതം ചെയ്തവന്, നന്മകൾ ജീവിതത്തിലുണ്ടായവന്. അല്ലാതെ ഒരു നന്മയില്ല, അവനിങ്ങനെ നമ്മൾ കടമ പോലെ നിർവഹിക്കുമെന്ന് മാത്രം. അവന് മയ്യത്ത് നമസ്കാരം പോലും ഒരു പൊതുസമൂഹത്തിൻ്റെ ബാധ്യതയാണ്. അവൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് കൈകെട്ടിയപ്പോ ഒരാളുടെ ഉള്ളും വിതുമ്പിയിട്ടില്ല. അത്രമേൽ അതിക്രമം ചെയ്തവൻ്റെ മൃതശരീരത്തിന് മുമ്പിൽ ഒരു കുടുംബ ബാധ്യത പോലെ, ഒരു സാമൂഹിക ബാധ്യത പോലെ യാന്ത്രികമായി നിന്ന കുറേ മനുഷ്യന്മാരല്ലാതെ മറ്റൊന്നും അല്ലാതെ എന്നാണ് സത്യം. അത് ഉള്ളുന്ന് വരണം. ദുആ ഉള്ളുന്ന് വരണമെങ്കിൽ
ആ ജീവിതം പ്രധാനമാണ്. അതുകൊണ്ട് മരണപ്പെടും മനുഷ്യൻ. മരണപ്പെട്ടാൽ വളരെ പെട്ടെന്ന് മറവ് ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും ദീനിൻ്റെ ഒരു നിയമമാണ്. ഒരുപാട് ആളുകൾ എത്രയോ കാലം സത്യത്തിൽ പ്രവാസത്തിന് പോകുന്ന ആളുകൾ എഴുതി വെച്ച് പോകണം വീട്ടിൽ, ഞാൻ അഥവാ മരിക്കുകയാണ് ഇന്ന് അവിടുന്ന് മറവ് ചെയ്യണം. ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാവും, ഒരു കിടിലുണ്ടാവും, മനസ്സൊന്ന് വിതുമ്പും, നിറങ്ങളൊക്കെ പെട്ടെന്ന് മങ്ങും. പക്ഷെ അത് എഴുതി വെച്ച് പോകേണ്ടതാണ്. അല്ലെങ്കിൽ അയാൾ അവിടുന്ന് മരിച്ചാൽ ആ വീടിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ദിവസം കാത്തിരിക്കണം, എത്ര രാവ്, എത്ര പകൽ, എത്ര ആൾ ഉറക്കൊഴിക്കണം. കരഞ്ഞിട്ടും പറ്റാത്ത കണ്ണുകൾ, എത്ര കരഞ്ഞിട്ടും തീരാത്ത, പിന്നെ ദിവസങ്ങൾ കാത്തിട്ട് അയാളുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇങ്ങോട്ട് ഇവിടെ ഒരു മറവ് ചെയ്യുക. സഹാബത്ത് കടലിൽ യാത്ര ചെയ്തപ്പോൾ മരിച്ചുപോയ സഹാബിമാർ പിന്നെ ഒന്നും ആലോചിച്ചിട്ടില്ല. അത് കടലിൽ ആ മയ്യത്ത് ഭാരമുള്ള കല്ലിൽ കെട്ടി, അല്ലെങ്കിൽ ഭാരമുള്ള മരപ്പലകയിൽ കെട്ടി അങ്ങനെ തന്നെ മറവ് ചെയ്തു എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അത് കരവരെ കൊണ്ടുവരേണ്ടതാണ്. എവിടെന്നാ മരിച്ചത് അവിടെ നിങ്ങൾ മറവ് ചെയ്യുക. എവിടെ കടന്നാണോ നബി മരിച്ചത് അവിടെ തന്നെയാണ് ഖബർ. ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ കടന്നിട്ട് ആയിഷ ബീവിയുടെ വീട്ടിൽ മരിച്ചപ്പോ അവിടെ തന്നെ ഖബർ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടും കൂടി ഇല്ല എന്നാണ്. വലിയ പാടുണ്ടല്ലോ അതിൽ. എല്ലാവരും വീട്ടിൽ മറവ് ചെയ്യണമെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരുപാട് സമയം കാത്തു വെച്ച് അവിടുന്ന് അളിയാൻ വരാണ്ട്, അല്ലെങ്കിൽ മറ്റാൾ വരാണ്ട്, അല്ലെങ്കിൽ അയാൾ തെറ്റുന്നവർക്കൊക്കെ ഒരു ബോധം വേണം. ഞാൻ വന്നിട്ടില്ലെങ്കിലും അല്ലേ, ചിലപ്പോൾ മക്കളുണ്ടാവും വിദേശത്ത്, പാപ്പ മരിച്ചിട്ടുണ്ടാവും, മകനോട് പേര് വിളിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ മരിച്ചു, ബ്ലഡൊക്കെ വരുന്നുണ്ട്, മറവ് ചെയ്യട്ടെ. മകൻ പറയണ് മറവ് ചെയ്യരുത്, എനിക്കെൻ്റെ വാപ്പാനെ കാണണം, അത് വികാരമാണ്, പക്ഷെ അത് വിവേകമല്ല. ആ മകൻ പറയേണ്ട എന്താണെന്നറിയോ? മറവ് ചെയ്യുക പിതാവിന്, അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ. ആ ഒരു ബോധം മകന് വേണം. ചില മക്കളുണ്ടല്ലോ, മറവ് ചെയ്യരുത് ഞാൻ വരാതെ, അങ്ങനെ അവന് വേണ്ടി അങ്ങനെ ഇരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് വിമാനാപകടത്തിൽ കുറേ ആളുകൾ കത്തി മരിച്ചൊരു കഥ ഉണ്ടല്ലോ, ഒരു സംഭവം ഉണ്ടല്ലോ. വിദേശത്തുനിന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, കാസർഗോഡ് ജില്ലക്കാരൻ, അയാൾ ബാപ്പാനെ മരണറിഞ്ഞ് വരിക. അയാൾ പറഞ്ഞു അവരോട്, മകനെ മയ്യത്തെടുക്കട്ടെ, എടുക്കരുത് ഞാൻ വരാതെ. നാട്ടിലെ കാര്യപ്പെട്ട ആളുകൾ വിളിച്ചു പറഞ്ഞു, ഒരുപാട് നേരാവും നീ വരണമെങ്കിൽ, അതുകൊണ്ട് എല്ലാവരും പറയുന്നത് മയ്യത്തെടുക്കട്ടെ എന്നാണ്, മറവ് ചെയ്യട്ടെ എന്ന് അനുവാദം ചോദിക്കാൻ നിന്നോട്. അപ്പോൾ ഈ മാവൻ പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്താൽ എൻ്റെ മയ്യത്ത് അവിടെ, അല്ലെങ്കിൽ ഞാനിനി അവിടെ നാട്ടിലുണ്ടാവില്ല എന്നാണ്. ആ മനുഷ്യൻ്റെ മയ്യത്തിൻ്റെ ഒരു അവശിഷ്ടം പോലും പിന്നീട് കണ്ടുപിടിച്ചില്ല എന്നാണ്. കത്തിയെരിഞ്ഞ മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ മേൽവിലാസം നോക്കിയിട്ട് ആളുകൾ സ്ഥിരീകരിച്ചു ആ ചെറുപ്പക്കാരനും ലോകത്തോട് വിട പറഞ്ഞു എന്നാണ്. ഇതൊക്കെ അറം പറ്റാന്ന് പറയുന്ന കുറേ വാക്കുകളുണ്ടല്ലോ. അഹങ്കാരം കൊണ്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു പോകും. അതുകൊണ്ട് ജാഗ്രതയിൽ. അതുകൊണ്ടാണ് റസൂലുള്ള പറഞ്ഞത്, അലിനെ വിളിച്ച് പറയാണ്, മരുമകനാണ് അലി, അബൂ ത്വാലിബിൻ്റെ മകനാണ്, പ്രിയമകളായ ഫാത്തിമയുടെ ഭർത്താവുമാണ്. അലിനെ വിളിച്ച് പറയാണ്, സലാസുൻ യാ അലി ലാ തുഅഖിറന്നഹാ, 4 കാര്യം വൈകിക്കരുത് അലി. അസ്വലാത്തു ഇദാ അത്തത്, നിസ്കാരം സമയമായാൽ പിന്നെ വൈകിപ്പിക്കരുത്. പിന്നെ പറഞ്ഞു വൽ ജനാസ, ഒരു മയ്യത്ത് ഇദാ ഹളറത്, അതിന് മരണാസന്നമായാൽ, മരിച്ചാൽ, ജനാസയായി കഴിഞ്ഞാൽ പിന്നെ അത് മറവ് ചെയ്യരുത്. ജനാസ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം പറയുന്നത് മയ്യത്ത് കട്ടിലുള്ള മൃതശരീരത്തിനാണ് ഭാഷയിൽ ജനാസ എന്ന് പറയുന്നത് പോലും. പറഞ്ഞു വന്നത് അങ്ങനെ ആയാൽ പിന്നെ വൈകിപ്പിക്കരുത്. പിന്നെ പറഞ്ഞു വല്ലയ്യ മൊയ്താ വജത്ത് കുഫുവൻ, വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടിക്ക് അനുയോജ്യനായ ഒരു വരൻ വന്നാൽ, കുഫുവ് അതും കൂടി റസൂൽ ചേർത്ത് പറഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും കുട്ടീനെ കട്ടിച്ച് പറഞ്ഞേക്കണം, അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കുഫു ഒത്തിട്ടൊരാൾ വന്നു, എല്ലാ തരത്തിലും യോജിക്കും, ദീനും ദുനിയാവും സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്, അന്വേഷണം നടന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എങ്കിൽ പിന്നെ അത് നടത്തി കൊടുക്കണം. അതല്ലെങ്കിൽ അപകടമാണ്, പുതിയ തലമുറയെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. എല്ലാ വീടുകളും ഇന്ന് തേങ്ങുന്നുണ്ട്, മക്കൾ സമ്മതിക്കൂല.
കല്യാണത്തിന് മക്കൾ സമ്മതിക്കൂല. ആൺകുട്ടികളും കണക്കാണ്, പെൺകുട്ടികളും കണക്കാണ്. നാട് എത്തിപ്പെടുന്ന ഒരു ഭീകരമായ സാംസ്കാരിക ചിത്രമുണ്ട് നമ്മളറിയാത്ത. അതിൻ്റെ പിന്നാമ്പറാണത്. അവർക്ക് വിവാഹം വേണ്ട, ഇത് സഹിക്കാൻ പറ്റൂല, ഗർഭം ധരിക്കാൻ പറ്റൂല, പ്രസവിക്കാൻ പറ്റൂല, ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയും ആണാകാൻ പറ്റുമോ നോക്കുക. അതിന് മേൽവിലാസവും പ്രോത്സാഹനം കൊടുക്കുന്ന പൊതുസമൂഹവും പുരോഗമനം എന്ന നല്ല വാക്ക് പറഞ്ഞിട്ടുള്ള കുറേ മനുഷ്യന്മാരും. അങ്ങനെയാണ് ജെൻഡർ ന്യൂട്രൽ എന്നൊക്കെ പറയും, ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്നത് അതാണ്. ഒരേപോലെ മാറ്റൊന്നും വേണ്ട. എന്നാൽ ദീൻ അങ്ങനെയല്ല. അത് നമ്മളെ മതത്തെ കാർന്ന് തിന്നുന്ന, ഒരു സംസ്കാരത്തെ കാർന്ന് തിന്നുന്ന, ഒരു കുടുംബ സംവിധാനം എന്ന സ്വർഗീയ സൗധത്തിൻ്റെ അസ്ഥിവാരം തകർത്ത് കളയുന്ന ഭീകരമായ ചിന്താധാരകളാണ്. ഞാൻ അങ്ങോട്ട് കടന്നു പോകല്ല. പറഞ്ഞു വന്നത് 3 കാര്യം പറഞ്ഞു. ജനാസയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ. വേഗം പോകണം, വല്ലാതെ വൈകരുത്. അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട്, വൈന്തക്കു സ്വാലിഹ, നല്ല മയ്യത്താണെങ്കിൽ അയാൾ പറയും ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോകണം. തുഖദ്ദിമൂനഹാ ഇലൈ വൈൻകാനത്ത് വൈറു സ്വാലിഹ, നല്ലവനല്ലെങ്കിൽ അയാൾ പറയും അത്രയായിന തദ്ഹബൂൻ, എവിടേക്കാണ് നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? ഈ വാർത്ത കേൾക്കും മില്ലൽ ഇൻസാൻ, എല്ലാവരും കേൾക്കും, മനുഷ്യനൊഴികെ. വലോ സമയത്ത്, അതെങ്ങാനും മനുഷ്യൻ കേട്ടാൽ സ്വൈത്താവൻ ബോധരഹിതനാകും. പരിശുദ്ധ നബിയുടെ വചനമാണ്. മയ്യത്ത് പറയുന്നതാണ്, ഇന്നൊന്ന് വേഗം കൊണ്ടുപോകും. നല്ല മയ്യത്ത്, സ്വർഗീയ സൗഭാഗ്യങ്ങൾ അല്ലാഹു എഴുതി വെച്ച നല്ല മനുഷ്യൻ, അവൻ പറയും എന്നെ വേഗം കൊണ്ടുപോകണമേ. അല്ലാത്തവൻ പറയും എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു. അയിന തദ്ഹബൂൻ. ഒക്കെ കൂട്ടി ഘടിപ്പിച്ച് വായിച്ച് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനമായ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ എന്തോ ഒരുങ്ങി എന്നുള്ളത് ഖുർആൻ എപ്പോഴും ചോദിക്കുന്നുണ്ട്. ചോദ്യമുണ്ട്, ഫൽ തൻദുർ നഫ്സുൻ, ഓരോരുത്തരും ഓർത്ത് നോക്കൂ, മാ ഖദ്ദമത്തിൽ ഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഖുർആനിൽ. വല്ലാത്തൊരായത്താണത്. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം. ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ എടുത്തു പറയാനുണ്ടോ? ഒരു ചോദ്യം ഉണ്ടല്ലോ. ഗുഹയിൽ 3 മനുഷ്യന്മാർ കുടുങ്ങിയ കഥ നമ്മൾ എത്രയോ കേട്ടതാ. അവർ കുടുങ്ങിയപ്പോൾ അവരെ ഉള്ളിലൊരു തേട്ടം വരിക, ജീവിതത്തിൽ ചെയ്തു പോയ നന്മ. ആ നന്മയിൽ അവർ പറഞ്ഞുപോയി. കൂലി കൊടുക്കാൻ വാങ്ങാൻ മറന്നുപോയ ഒരാൾ എന്നോ കാലം കഴിഞ്ഞിട്ട് അയാൾ വരിക. ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കൂലി എവിടെ? അയാൾ പറഞ്ഞു, ഇതാ കൊണ്ടേപ്പൊക്കെ കൂടി ഒട്ടകക്കൂട്ടങ്ങളും മാട്ടിൻപറ്റങ്ങളും പശുക്കിടാങ്ങളും ഒക്കെ കൂടി നിൽക്കുന്ന, മേഞ്ഞു നടക്കുന്ന ഒരു വലിയ താഴ്വര കാണിപ്പിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം നിൻ്റെതാണ്. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുക, അസുഹ്രിയത്തുക, എന്തേ നീ കളിയാക്കുകയാണോ? ഒറ്റ ദിവസത്തെ കൂലി വേതനം ഞാൻ അതേ എടുത്തിട്ടുള്ളൂ, ഇതൊക്കെ കൂടി എനിക്ക് തരാൻ നീ എന്നെ പരിഹസിക്കുന്നുവോ? അപ്പോൾ പറഞ്ഞു, അല്ല, അന്ന് നീ വാങ്ങാതെ പോയപ്പോൾ ഞാൻ ആകെ അസ്വസ്ഥനായി. നിനക്ക് തരാനുള്ള നിന്റെ ആ വിഹിതം, അത് നിന്റെ ഹക്കാണ്, അവകാശമാണ്. അത് ഒരു ലാഭം എനിക്ക് ഉണ്ടാക്കൂല എന്ന് എനിക്കറിയാം അല്ലേ. എന്നൊക്കെ ഒരാൾ കൂലി വാങ്ങാതെ പോയാൽ അതൊരു കിട്ടലായി എന്ന് തെറ്റിദ്ധരിക്കണ കുറേ സഹോദരന്മാരുണ്ടല്ലോ. ഈ മനുഷ്യൻ അപ്പം തീരുമാനം, ഞാൻ എന്ത് ചെയ്തു എന്നറിയോ? അതൊരു ആട്ടിൻകുട്ടിയെ വാങ്ങി പണം കൊണ്ട് അതങ്ങോട്ട് പെറ്റി പെരുകി, പിന്നെ അതിനെ ഞാൻ പരിഹരിച്ചു. പശുക്കിടാങ്ങൾ വാങ്ങി, അതുപോലെ ഒട്ടകക്കൂട്ടങ്ങൾ. കാലം കുറേ കടന്നു പോയപ്പോൾ ഇങ്ങനെയൊക്കെ ആയതാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യനത് തെളിച്ചു കൊണ്ടുപോയത് ഞാൻ കണ്ടുന്. അല്ലാഹുവേ, കണ്ണെന്ന് മറയുന്നത് വരെ ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു. അതുകൊണ്ട് ഈ പാറക്കല്ല് നീ നീക്കിത്തരേണമേ റബ്ബേ. അങ്ങനെ ഒരു നന്മ പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വെറുതെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. ജീവിച്ച് തുടങ്ങി കാലം കുറേയായി. എന്തെങ്കിലും ഒരു നന്മ പറയാൻ ജീവിതത്തിൻ്റെ പിന്നാമ്പുറത്തേക്ക് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഖുർആൻ അതുകൊണ്ട് നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, വാംഫിഖു, നിങ്ങൾ ദാനധർമ്മം ചെയ്യണം കേട്ടോ. എന്തെന്നാ ദാനധർമ്മം ചെയ്യേണ്ടത്? മിമ്മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ആ പ്രയോഗം നോക്കണം ഖുർആനിൽ. നിങ്ങളത് നല്ല പറഞ്ഞത്, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്.
മിൻ ഖബ്ലി അൻ യഅതിയ അഹദുകുമുൽ മൗത്ത്, നിങ്ങളെ മരണം വരുന്നതിന് മുമ്പ്. മരണം വന്നാൽ പിന്നെന്താ നടക്കുന്നത്? അല്ല പറയണം, നമുക്കറിയില്ല. അല്ല പറയാണ്, യഖൂലു, ഓരോരുത്തരും പറയും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ എൻ്റെ സമയം ഇത്തിരി നീക്കിത്തരണം, നീട്ടിത്തരണം. അങ്ങനെയാണെങ്കിൽ എന്തേ റബ്ബേ നീട്ടിത്തരാത്തത്? അങ്ങനെ നീ നീട്ടിത്തന്നാൽ അസ്വദ്ദഖ, ഞാൻ ദാനധർമ്മം ചെയ്യും, വാക്കും മിനസ്സാലിഹീൻ, ഞാൻ നല്ലവരുടെ കൂട്ടത്തിൽപ്പെടും. ഒരു മനുഷ്യൻ പറയാം, അത് അള്ളാഹു പറയാണ്, ഓരോ മനുഷ്യനും പറയുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മരണത്തിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇതാ മാത്ത ഇൻസാൻ, അല്ലേ? 5 കാര്യങ്ങൾ, 5 ആളെ കൂടെ പോയി ഒരു മനുഷ്യൻ മരിച്ചാൽ, അറബ് കവിയുടെ മനോഹരമായ ഭാവന, ഫഖംസുൽ ലിഖംസത്തിൻ അമലുൽ ലിമദ്ലൂമിൻ വഅദമുൽ ലിതുർബതി. എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെയൊക്കെ ആക്രമിച്ചുവോ അവനത് എടുത്തു കൊടുക്കുക. അല്ല, മുഫ്ലിസ് ആരാന്നൊരു ചോദ്യമുണ്ട് റസൂലുള്ളാഹിന്റെ. നിങ്ങൾക്ക് അറിയോ? അപ്പൊ അവര് പറഞ്ഞു, കച്ചവടത്തിൽ നഷ്ടം പറ്റിയവൻ, പാപ്പരായവൻ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതല്ല മുഫ്ലിസ്, നന്മകൾ ഒരുപാട് ചെയ്തവൻ തന്നെ, പക്ഷേ ഒരുപാട് ആളുകളെ അയാൾ ഉപദ്രവിച്ച്, നാവ് കൊണ്ടും കൈ കൊണ്ടും എല്ലാ തരത്തിലും അയാളെ അമലുകളൊക്കെ അല്ലാഹ് പരലോകത്ത് മറ്റുള്ളവർക്ക് എടുത്താണ് വീതം വെച്ചിട്ട്, അപ്പൊ ഇയാൾ ശൂന്യനായി മാറുക, ശരിക്കും അയാൾ പാപ്പരനായി മാറുക എന്ന് പറയുന്ന ഒരു ഹദീസ് ശ്രദ്ധേയമാണ്. ഒക്കെ എടുത്തു കൊടുക്കുക. കൂടെ ഉണ്ടായിരുന്ന റൂഹ് അത് പിടിച്ചിട്ട് അതിൻ്റെ മലക്ക് കടന്നുപോയി. വളമുല്ലി തുറുബത്തി, എല്ലുകൾ ആ മണ്ണിലേക്ക് ദ്രവിച്ചു തുടങ്ങി. വലഹമുല്ലി ദീദാദ്, മനോഹരമായ മാംസം പുഴുക്കൾക്ക് വീതം വെച്ച് തുടങ്ങി. വമാലുല്ലി ഊറാസ്, സമ്പത്ത് അനന്തരാവകാശികൾ പങ്കുവെക്കാനും തുടങ്ങി. ഇതാ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു അടയാളപ്പെടുത്തണം എന്നാണ് ഒരായത്ത് വരുന്നുണ്ട് ഖുർആനിൽ. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആ ആയത്തങ്ങ് ഇറങ്ങുന്നൊരു നേരമുണ്ട്. ആ നേരത്ത് അബൂ തൽഹ എന്ന് പറയുന്നൊരു സഹാബി നബിയുടെ അടുത്ത് വരിക. അബൂ തൽഹത്തുൽ അൻസാരി അന്നഹു ജാഅ ഇലൻ നബിയ്യി ഫഖാല യാ റസൂലല്ലാഹ് യഖൂലുല്ലാഹു തആല തബാറക വതആല ഫീ കിതാബിഹി ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഗുണം ലഭിക്കുകയില്ല. ആല ഇംറാനിലെ 192 ആയത്താണ്. നബിയെ, അങ്ങനെ ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഈ മനുഷ്യൻ വരിക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ബൈറുഹ തോട്ടമാണ്. മദീന പള്ളിയുടെ നേരെ മുമ്പിലുള്ള തോട്ടാണെന്ന്. നിസ്കാരം കഴിയുമ്പോൾ ഈ മനുഷ്യൻ അവിടെ ഓടിയെത്തും. അവിടെ വെള്ളം നനക്കാൻ, അത് പരിചരിക്കാൻ, അവിടുത്തെ കായ്കനികൾ നോക്കാൻ, അവിടുത്തെ കൃഷി പരിപോഷിപ്പിക്കാൻ. വക്കാനത്ത് ഹദീഖ, ആ തോട്ടത്തിന് വേറെയും പ്രത്യേകതയുണ്ട്. യദ്ഖുലുഹൻ നബിയ്യ്, നബി അതിൽ പ്രവേശിക്കുമായിരുന്നു. അബൂ തൽഹ നബിയോട് പറഞ്ഞത്, അങ്ങക്ക് എപ്പോൾ വേണമെങ്കിൽ ഈ തോട്ടത്തിൽ കയറാൻ നബിയെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. വയസ്തളില്ലു ബിഹാ, നബി അതിൻ്റെ തണലിൽ വിശ്രമിക്കാറുണ്ട്. വയശ്റബു മിൻ മാഇഹാ, അവിടുത്തെ വെള്ളം നബി കുടിക്കാറുണ്ട്. ഫഹിയ ഇലല്ലാഹി അസ്സ വജല്ല, അതുകൊണ്ട് നബിയെ ഇത് അള്ളാഹുവിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അതുപോലെ വൈലാ റസൂലില്ലാ, അള്ളാഹുവിന്റെ നബിയിലേക്കും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അർജു ബിർറഹ വദുഖറഹ ഇൻദല്ലാഹ്, അതിൻ്റെ ഗുണവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ സൂക്ഷിപ്പും അള്ളാഹുവിൽ ഞാൻ കൊതിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എനിക്കിപ്പോൾ വേണ്ട, പരലോകത്ത് മതി. ദുഖർ എന്ന് പറഞ്ഞാൽ കാത്തു സൂക്ഷിച്ച സമ്പത്ത് എന്നർത്ഥം. നിധി പോലെ എനിക്ക് അന്ന് മതി, ധൃതിയിൽ എനിക്കിപ്പോൾ വേണ്ട, ഞാൻ ദാ തരികയാണെന്നാണ്. ഉടനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ റസൂലല്ലാഹ് ഫളഅഹ, നിങ്ങളത് സ്വീകരിക്കണം. യാ റസൂലല്ലാഹ് ഹൈസു അറാക്കല്ലാഹ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അത് നിങ്ങൾ നടത്തിക്കോളൂ നബിയെ. ആ തോട്ടം അങ്ങോട്ട് കൊടുക്കുക ഒരു മനുഷ്യൻ്റെ ആയത്തിൻ്റെ സ്വാധീനം. റസൂലുള്ളാഹി പറഞ്ഞു, ഖാല ബഹ് യാ അബാ തൽഹ, അബൂ തൽഹ നീ പറഞ്ഞത് എത്ര നല്ല വാക്ക്, എന്ത് നല്ല വാക്ക്. ദാലിക മാലുൻ റാബിഹ്, ലാഭമുള്ള മുതലാണ് നിന്റെ തോട്ടം.
ഖബിൽനാഹു മിൻക, നിന്നിൽ നിന്ന് നാം സ്വീകരിച്ചിരിക്കുന്നു. ഇനിയുള്ളതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇതുവരെ എല്ലാവർക്കും അറിയാം, ഇനിയുള്ളതാ പ്രശ്നം. സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് നബി എന്നാ മദീന പള്ളി ഈ പുറത്ത് കൂടി എടുക്കാം, ഞാൻ അങ്ങനെയല്ല തീരുമാനം കേട്ടോ. ഇവിടെ തീരുമാനമാണ് അത്ഭുതം. ഫറദദ്നാഹു അലൈക, നിനക്ക് തന്നെ തിരിച്ചു തരികയാണത്. ഫജഅൽഹു ഫിൽ അഖറബീൻ, എൻ്റെ കുടുംബത്തിൽ കുറേ പാവങ്ങളുണ്ട്, അവർക്ക് ഇതിങ്ങനെ കഷ്ടം വെട്ടി കൊടുക്ക്, വീതിച്ചു കൊടുക്ക്, അതാണ് അല്ലാഹുവിന് ഇഷ്ടം. ഫജഅൽഹു ഫിൽ അഖറബീൻ ഫതസദ്ദഖഹു അബൂ തൽഹ അലാ ദവി റഹിമിഹി, തൻ്റെ കുടുംബക്കാർക്ക് അബൂ തൽഹ അതിങ്ങനെ ഭാഗിച്ചു കൊടുത്തു. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്വാധീനം അത്ര വലുതാണ്. ഒരൊറ്റ ഹദീസ് അവർ ചെലുത്തിയ സ്വാധീനം ചെറുതായിരുന്നില്ല. മരിച്ചാൽ 3 കാര്യങ്ങളല്ലാത്തൊക്കെ മുറിഞ്ഞുപോയി. അതിലൊന്ന് നല്ല മകൻ, ഒരു നല്ല മകൻ. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കട്ടെ. എപ്പോഴും തേടേണ്ട തേട്ടാണ് പുതിയ കാലത്ത്. നമ്മളുടെ വൃത്തത്തിലും ശ്രദ്ധയിലൊക്കെയാണ് നമ്മൾ വിചാരിക്കും, പക്ഷേ സാഹചര്യങ്ങൾ ഒട്ടും ശ്ലാഘനീയമല്ല. അതാണ് നല്ല മക്കൾ. 1, 2 വലതുൻ അമലുൻ യുന്തഫഉ ബിഹി ഇൽമുൻ യുന്തഫഉ ബിഹി, ഉപകാരപ്രദമായ ജ്ഞാനം. അവിടെ പറഞ്ഞാണ് സദഖത്തുൻ ജാരിയ, നല്ല ഒരു നിലനിൽക്കുന്നൊരു ദാനധർമ്മം. ഒരാൾക്കൊരു വീട് പണിത് കൊടുത്തു, അയാളതിൽ പാർക്കുന്ന കാലത്തോളം ഈ മനുഷ്യൻ ഖബർ കടന്നാലും അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ വരിക. ജാരിയായ സദഖ. മദീനത്തൊരു കിണറുണ്ട്, അതിൻ്റെ പേര് റൂമ എന്നാണ്. അത് മുസ്ലിങ്ങളെന്ന് വെള്ളമെടുക്കാൻ പോകുമ്പോൾ ജൂതൻ അതിന് പണം വാങ്ങും. ജൂതന്മാർ വന്ന് വെള്ളമെടുത്താൽ എടുത്തു പോയിക്കോളി. ശുദ്ധമായി വിവേചനം നടന്നു. അത് സഹിച്ചില്ല ഒരു മനുഷ്യന്. ആ മനുഷ്യൻ്റെ പേരാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ആ മനുഷ്യൻ വന്നു, എന്നിട്ട് പറഞ്ഞു, എന്താണ് ഈ കിണറിൻ്റെ വില? ജൂതൻ വലിയൊരു വിലയെ പറഞ്ഞത്, ഒരു നാട്ടിൽ നടക്കാത്തൊരു വിലയെ പറഞ്ഞത്, എതിർക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഉസ്മാൻ പറഞ്ഞു, റെഡി, ഇതാ പണം. അയാൾ ഞെട്ടിപ്പോയി. വാക്ക് പിന്നെ ലംഘിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉസ്മാന് കൊടുത്തു. ഉസ്മാനൊരു പ്രഖ്യാപനമുണ്ട്. അതെന്താണെന്നറിയോ? ഈ കിണറിൽ നിന്ന് ഇനി ആർക്കും വെള്ളമെടുക്കാം, ഇനി പണം വേണ്ട. മദീനത്തെ മുഅ്മിനീങ്ങളെ നിങ്ങൾ സന്തോഷിക്കുക, എല്ലാവർക്കും വെള്ളം എടുക്കാന്നാണ്. ഖബറിൽ എത്ര കാലം കിടക്കുന്നു ഉസ്മാൻ. ഇന്നും ആ വെള്ളം സമൃദ്ധമായിട്ട് അവിടെ ഒഴുകുന്നു. തോട്ടം നനക്കുന്നു, ആളുകൾ ഉപയോഗിക്കുന്നു. അതാ സദഖത്തുൻ ജാരിയ. അതിങ്ങനെ നിലനിൽക്കും. ഞായറാഴ്ച ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന കുറ്റിയടിക്കുന്ന ഈ മഹലിൻ്റെ ആവശ്യം, വേറെ ഇവിടുന്ന് വരുന്നവനല്ലത്, ഈ മഹലിൻ്റെ ആവശ്യം അത് പ്രധാനമാണ്. സ്വത്ത് അത് നമ്മളെത്രതൊന്നുമില്ല, നമ്മളെ പാവങ്ങളാണ്. അങ്ങനെ ധരിച്ചു വെച്ച കുറേ പാവങ്ങളുണ്ട്, അവർ വലിയ പാവങ്ങളാണ്. 75,000 രൂപ കൊടുത്താൽ പരിശുദ്ധ മക്കി മദീനയും കണ്ടുപോരാ. കുറേ സ്ഥലം അവിടെയും ഇവിടെയും കിടക്കുന്നുണ്ട്. നിന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ വിൽക്കണം എന്നല്ല പറയണല്ലേ, കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ പാവങ്ങൾക്ക് അത് അറിയൂല. അങ്ങനെ കിടക്കുക. ഒരു നല്ല കുപ്പായിട്ടില്ല, ഒരു നല്ല ഡ്രസ്സ് എടുക്കാൻ അറിയില്ല, ഒരു ചെരുപ്പ് നല്ലതില്ല, ഒരു നല്ല ഭക്ഷണമില്ല. ഐഹിക ജീവിതത്തിൽ ഒരു സുഖമില്ലാതെ കുറേ പാവങ്ങൾ. ഞങ്ങളടുത്തൊന്നും ഒന്നുമില്ല എന്ന് ധരിച്ചു വെച്ചിരിക്കുക. അത് തെറ്റായ ധാരണയാണ്. സ്വത്തും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റ കാറ്റ് പോകുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വീതിക്കാൻ ആളുകൾ വരും, അനന്തരാവകാശികൾ വരും. എത്ര ഇഞ്ഞ് വേണ്ട? 1/8, 1/2. ആ കണക്ക് വെറുതെ ഒന്നിങ്ങനെ ആലോചിച്ചാൽ മതി ഇരുന്നിട്ട്. നമ്മളെ സ്വത്തേ മക്കളിങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുകടാ, അനക്ക് ഇത്ര, അനക്ക് ആ തോട്ടം, അനക്ക് ഈ തോട്ടം, അത് മാത്രം ആലോചിക്കുമ്പോൾ ഉള്ളിങ്ങനെ പടിയും. ചിലപ്പോൾ ഇതാണോ റബ്ബേ ദുനിയാവ്, ഇതാണോ ലോകം, ഇതാണോ ജീവിതം? അവിടെ ഒരു തീരുമാനം വേണം, അടയാളപ്പെടുത്തണം. തൊട്ടടുത്ത ഖബറിൽ നമ്മൾ ഓരോരുത്തരും കിടക്കുമ്പോൾ അവിടെ പണിതുയർന്ന, നാളെ ഈ നാടിൻ്റെ ഒരു ചിഹ്നമായി മാറുന്ന, ഈ സംസ്കാരത്തിൻ്റെ വഴിയടയാളമാകുന്ന, തലമുറകൾക്ക് പ്രചോദനമാകുന്ന, ഒരു മഹല്ലത്തിൻ്റെ നന്മയുടെ മേൽവിലാസമാകുന്ന മനോഹരമായൊരു സൗധം, അതിൽ എൻ്റെ ഒരു പങ്ക്. റബ്ബേ, ഖബറിലാണ് കിടക്കുന്നത്, അതിൻ്റെ പങ്ക് ഇങ്ങനെ വരികയാണ്. ആ ഒരു ബോധമുണ്ടാകണം. നീട്ടിപ്പരത്തി പറയേണ്ടതില്ല. ആ ഒരു ഓർമ്മ, അത് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. അതുകൊണ്ട് അതിൽ ആത്മാർത്ഥമായിട്ട്, കാരണം അവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട്. അയാളെ എത്രയും കൊടുക്കണം, അതിനനുസരിച്ച്. അതൊക്കെ നമുക്ക് പിശാചി തരുന്ന കുറേ ചിന്താഗതികളാണ്.
ഖുർആനിലൊരായത്തുണ്ട്, വലാ തുബ്തിലു സ്വദഖാതികും ബിൽ മന്നി വല്ലദാ. നിങ്ങൾ എന്തെങ്കിലും ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ മന്നും അത് നിങ്ങളെ പിടികൂടരുത് കേട്ടോ എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ സംഗതികളൊക്കെയാണ്. മന്നും അത് നിങ്ങളെ പിടികൂടരുത്. നമുക്കൊക്കെ ഉള്ള കുഴപ്പമാണ്, അത് അറിയാതെ വരികയാണ്. മൂപ്പര് 1000 കൊടുത്തിട്ടുള്ളൂ, മൂപ്പരത്ര ഏതായാലും ഞാനില്ല. ആരും കൊടുത്ത് നിങ്ങൾ നോക്കണ്ട, നമ്മൾ നോക്കണ്ട. ഞാനും എൻ്റെ ഖബറിലേക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. ചിരിച്ചു കാട്ടിയ കുറേ ആളുകളുണ്ട്, കൂടെ കടന്ന കുറേ ആളുകളുണ്ട്, വർത്തമാനം പറഞ്ഞ കുറേ ആളുകളുണ്ട്, കൂടെ ഇരുന്ന കുറേ ആളുകളുണ്ട്. പക്ഷെ പോകാൻ ഞാൻ ഒറ്റയ്ക്ക്. എൻ്റെ ചോദ്യം മൻ റബ്ബുക, എന്നോട് മാത്രം. അതിൻ്റെ എനിക്കൊരു ഉത്തരം, അല്ലാഹു റബ്ബി, നിന്റെ പ്രവാചകൻ ആര്? മുഹമ്മദുൻ നബി. അത് പറയാനൊരു കരുത്ത് കിട്ടണം, അത് പറയാനൊരു ധൈര്യം കിട്ടണം. അതിന് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ ജാരിയായ സദഖയുടെ പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. അറബികളുടെ ഉള്ളിൽ ഇത് ധാരാളമുണ്ട്. നമ്മളെ അറബികളെ കുറ്റം പറയാനല്ലേ അറിയുള്ളൂ. നീണ്ടു പോകും, ഞാൻ നിർത്തുകയാണ് അല്ലേ. മൻ ബനാലില്ലാഹി മസ്ജിദൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഖുർആനിലൊരു ഹദീസ അതുപോലെ ഉള്ളിക്കാറിങ്ങിയത്. അതുകൊണ്ടാണ് മലയാളക്കരയിൽ തല ഉയർത്തി നിൽക്കുന്ന കുറേ പള്ളികൾ രൂപാന്തരപ്പെട്ടത്. മുനാരങ്ങൾ, മാനം മുട്ടുന്ന അമ്പരചുംബികൾ എന്നൊക്കെ വെറുതെ വാക്ക് മാത്രമല്ല, മനോഹരമായ മണിസൗധങ്ങൾ, ആളുകളുടെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന. കാരണം അത് ഉള്ളിലിങ്ങോട്ട് തട്ടിയതാ. അള്ളാഹിൻ്റെ അടുത്ത് നിന്നൊരു സ്വർഗം കിട്ടണം എന്നുള്ള ഒരു ഇത് മാത്രമല്ല, അത് സ്വതക്കത്തിന് ജാരിയാണ്. അത് നിലനിൽക്കുന്ന കാലത്തോളം, അവിടെ ബാങ്ക് മുഴങ്ങുന്ന കാലത്തോളം, അവിടെ സുജൂദ് നടക്കുന്ന കാലത്തോളം. പരീക്ഷണങ്ങൾ എത്രയെന്നറിയും. നൂറ്റാണ്ടുകളോളം ആരാധിച്ചൊരു മസ്ജിദ് അത് തകർക്കപ്പെടാൻ പോവുക, അല്ലെങ്കിൽ അവിടെ സർവേ അതിനെ പ്രതിരോധിച്ചപ്പോൾ വെടിവെച്ച് കൊല്ലുന്ന ഒരു പുതിയ കാലം രൂപാന്തരപ്പെടുന്നു. പടച്ചവൻ്റെ പരീക്ഷണമാണ്. അതുകൊണ്ട് എത്ര കാലം സൗകര്യങ്ങൾ നമുക്ക് അല്ലാഹ് തരുമെന്നറിയൂല. തരുന്ന സൗകര്യങ്ങൾ അത് ഉപയോഗപ്പെടുത്താൻ നമുക്കാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത് നമ്മളെ മനസ്സുകളെ അള്ളാഹു പാകപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ വിഷമങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് തരുമാറാകട്ടെ. കടബാധ്യതകൾ വീട്ടാൻ റബ്ബ് ബിഹി അജ്മഈൻ.